Welcome to Triple Profit Analytics Weekly Stock Market View dated 23rd December. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 25th മുതൽ 29th വരെയുള്ള വീക്കാണ്. എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലായിരിക്കുമെന്ന് അറിയാം. എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം മാർക്കറ്റ് ഡിസംബർ മന്തിൽ ഒരു 15th ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെയൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചില സമയത്ത് ഒരു വൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അതുപോലെ തന്നെയുള്ള ഒന്ന് രണ്ട് മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ വീക്കിൽ കാണുകയും ചെയ്തു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ അനാലിസിസ് ഒന്നും ചെയ്യുന്നതിൽ വലിയ കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നില്ല. മറ്റുള്ള നമുക്ക് കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു കുറേയധികം കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീക്കിലും നമ്മൾ കണ്ടത് നിഫ്റ്റി പുതിയൊരു ഉയരം കുറിക്കുന്നത് നമ്മൾ കണ്ടു. 21,593 ഒരു പുതിയ ഉയരം കുറിച്ചതിന് ശേഷം 21,349 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സും പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 71,913 സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ട് കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസിൽ അധികം പേരും ഒരു ഹോളിഡേ മൂഡിലാകുന്നതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന് ശേഷമാണ് മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുക. എന്തായാലും എല്ലാവരും ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ ആഘോഷത്തിൻ്റെ മൂഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ച സ്റ്റോക്കുകളും അതിലൊരു പെർസെൻറ്റേജും ഞാനൊന്ന് ജസ്റ്റ് അതിലൊന്ന് റീക്യാപ്പ് ചെയ്യാം. വോൾട്ടാസിൽ ഒരു 15% നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ എയ്സിൽ 16%, ടെക്നോയിൽ ഒരു 15%, സ്റ്റെർലൈറ്റ് ടൂൾസ് ഒരു 15%, ലോറസ് ലാബ്സിൽ ഒരു 15%, അദാനി പോർട്ടിൽ ഒരു 25%, ഗ്ലെൻമാർക്കിൽ 15%, SHKയിൽ 17%, ശാരദ ക്രോപ്പിൽ 15%, ടോറൻ പവർ 15%, അരവിന്ദോ ഫാർമ 16%, യൂണിവേഴ്സൽ കേബിൾസ് 14%, അമരരാജ ബാറ്ററീസിൽ 13%, KRBL 12%, ഇന്ത് ഹോട്ടലിൽ 13%, അബാഗ് 13%, മാൻ ഇൻഫ്ര 14%, മഹീന്ദ്ര ലൈഫ് 12%, BEL 13%, താജ് GVK 14%, ത്രിവേണി 12%, വെസ്റ്റ് കോസ്റ്റ് പേപ്പർ 13%, അതുപോലെ ഡീലിംഗ് ഇന്ത്യ 14%, TRIL 12%, പ്രാജ് ഇൻഡസ്ട്രീസ് 14%, അനന്തരാജ് 12%, കോൾട്ടെ പട്ടീൽ 13%, വെൽസ്പൻ ഇൻഡസ്ട്രീസ് 13%, അതുപോലെ ബാൽക്കോ ഇന്ത്യ 13%, TD പവർ സിസ്റ്റംസ് 12%, ലിൻകോൾ 12%, CESC 12%, ബിർള സോഫ്റ്റ് 13%, AWHSCL 13%, ഹൈടെക് 13%, IMFA 13%, ചെമ്പോൺ 14%, മോഡിസൺ 14% എന്നീ സ്റ്റോക്കുകളിലാണ് നമ്മൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇത് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ്റെ ഷോർട്ട് ടൈം പീരിയഡിലേക്ക് ഒരു 12 to 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടൈം പാക്കാണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് നൽകുന്നത്. അതിൽ ഇനീഷ്യലി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവർ കുറേയധികം പേര് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിലൂടെയാണ് പഠിക്കുകയും അതിലൂടെ മാർക്കറ്റിൽ നല്ല സോളിഡായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് നേടാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് പലരും അതിൽ നിന്ന് അതിനുശേഷമാണ് വെൽത്ത് ബിൽഡർ പാക്കിലേക്കും അതുപോലെ തന്നെ ഡയമണ്ട് പിക്കിലേക്കും അതുപോലെ ഗോൾഡൻ പിക്കിലേക്കും ഒക്കെ മൂവ് ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ വളരെയധികം പ്രോഫിറ്റ് നേടി മറ്റ് വെൽത്ത് ബിൽഡർ പാക്ക് എന്നുള്ള പാക്കിലുള്ള അത് മന്ത്ലി ഒരു റെക്കമെൻഡേഷൻ ഉള്ള ഒരു പാക്കാണ്. അതിൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിച്ചത് ധനുഗയിൽ 42%, MHRIL 40%, ആസ്ട്രമേഡിസിറ്റി 42%, ലെമൺ ട്രീ 40%, JK ടയറിൽ 40%, അതുപോലെ ITD സെമെൻറ്റേഷൻ 40%, RCFൽ ഒരു 40% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയും അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഈ ഇപ്പോൾ കാണുന്ന ഈ മാർക്കറ്റിൻ്റെ ഓരോ ലൈഫ് ടൈം ഹൈകളും ഓരോ 20,000, 30,000, 40,000, 50,000, 60,000, അതുപോലെ കഴിഞ്ഞ 11th ഡിസംബറിനാണ് 70,000 എന്നുള്ള മാർക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്നും ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ള റീറ്റെയിൽ ക്ലയൻസിൻ്റെ എല്ലാം
ഒരു ആകാംക്ഷ അല്ലേ. അപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വൈഡറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കാണാം ഒരു 1979 മുതൽ ഉള്ള ഈ ഒരു ഡാറ്റകൾ നമ്മളെടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻസെക്സ് ഒരു 14-15% കോമ്പൗണ്ടഡ് ആനുവൽ റിട്ടേൺ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത 5 വർഷത്തേക്കും നമുക്ക് മാർക്കറ്റ് ഒരു 12% കോമ്പൗണ്ടഡ് ആനുവൽ റിട്ടേൺ, അതായത് CAGR നൽകുകയാണെങ്കിൽ അടുത്ത 4 വർഷം കൊണ്ട് തന്നെ സെൻസെക്സ് 1 ലാക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 1 ലാക്ക് സെൻസെക്സ് ടച്ച് ചെയ്യും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇനിയുള്ള സമയം നിൽക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള സെൻസെക്സിൻ്റെ ആ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇത്രയും നാൾ ഡയമണ്ട് പിക് സീരീസ് എന്നുള്ള ആ സീരീസിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ആദ്യം സ്വിംഗ് ഡെലിവറിയിൽ നിന്ന് വെൽത്ത് ബിൽഡറിലേക്കും പിന്നെ വെൽത്ത് ബിൽഡറിൽ നിന്നും ഡയമണ്ട് പിക്സിലേക്കൊക്കെ വന്നിട്ടുള്ള ക്ലയൻസിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു സംഭവം ഈ വീക്കിലുണ്ടാകുക. കാരണം നമ്മൾ ഇപ്പോൾ കാണുന്നത് ആസ്ട്രോ മൈക്രോവേവ് എന്നുള്ള ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 13A ചാർട്ടാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 320 ലെവലിലായിരുന്നു. 617 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മുടെ ക്ലയൻസിനൊക്കെ ഒരു 92% പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എനിക്ക് അയച്ചു തന്നതാണ് നിങ്ങൾ കാണുന്നത്. പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന് 73,16,133 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് ആസ്ട്രോ മൈക്രോവേവിൽ. അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് അദ്ദേഹം ഒരു ഓൾമോസ്റ്റ് 70 ലാക്സിലധികമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് 2% പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അവർക്കൊരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ഈ എമൗണ്ടിനെ പലപ്പോഴും അവർ 100 സ്റ്റോക്കിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് എത്ര മൂവ് ചെയ്താലും അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് ഒരു നല്ലൊരു സ്റ്റോക്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടുക, പലപ്പോഴും 10 ലക്ഷം 25 ലക്ഷമൊക്കെ പ്രോഫിറ്റ് നേടുക എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഡയമണ്ട് പിക് സീരീസിലൂടെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഇതിൽ നല്ലൊരു എക്സാമ്പിൾ ഇല്ല. അദ്ദേഹത്തിന് 73 ലാക്സോളം പ്രോഫിറ്റ് ലഭിച്ചതിന് ശേഷം എനിക്കൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പോൾ അത് നമുക്കൊന്ന് അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് അയച്ച് നമുക്ക് കേൾക്കാം. ഹലോ സജീഷ് സാർ, ഞാൻ ആസ്ട്രോ മൈക്രോവേവ് 624 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വലിയൊരു പ്രോഫിറ്റ് എനിക്ക് നേടിത്തന്ന സാറിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞാൻ 2020 തുടങ്ങിയാണ് സാറിൻ്റെ ഡെലിവറി അല്ല, സാറ് യൂട്യൂബിൽ കൂടെ തന്ന ഇത് വെച്ച് SW സോളാർ, ഇൻ്റലക്റ്റ് അങ്ങനെയുള്ള പലതും മേടിച്ചാണ് ഞാനിപ്പോൾ ഈ സാറിൻ്റെ പെയ്ഡ് സർവീസ് എടുത്ത് ഈ നിലയിലേക്ക് എത്തിയത്. താങ്ക് യു സോ മച്ച് സാർ. ഇദ്ദേഹം വളരെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് യൂട്യൂബിൽ നിന്ന് ലഭിച്ച ഫ്രീ റെക്കമെൻഡേഷൻസ് എടുത്ത് തുടങ്ങിയതാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഒരു 73 ലാക്സിൻ്റെ പ്രോഫിറ്റ് ഒരു സിംഗിൾ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് വലുതായി വന്നിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും 10,000-20,000 രൂപയുടെ പ്രോഫിറ്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി. അപ്പോൾ മാർക്കറ്റിലേക്ക് ആദ്യം കോൺഫിഡൻസ് വരുന്നത് വരെയും ചെറിയ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാർക്കറ്റിൽ കോൺഫിഡൻസ് വരികയും നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ സർവീസോടുകൂടി കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റ് നേടുമ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നാട്ടിൽ അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ട് ഇവിടെ വരുമ്പോഴും എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഇതുപോലെയുള്ള ഹ്യൂജ് പ്രോഫിറ്റ് നേടാനുള്ളൊരു മെത്തേഡ് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കൊരു ബാക്കിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ നമ്മുടെ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ വീക്കിൽ സെൻസാർ ടെക് എന്നുള്ളൊരു സ്റ്റോക്കിൽ 5,10,415 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നമ്മൾ കാണുന്നത്. അത് സെൻസാർ ടെക് നമ്മുടെ ഒരു ട്രിപ്പിൾ സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ മറ്റൊരു സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്ന MRPL എന്നുള്ളൊരു സ്റ്റോക്ക് മറ്റൊരു ക്ലയൻറ്റ് അയച്ചിരിക്കുന്നതാണ്. അത് ഇൻവെസ്റ്റ് ചെയ്തത് 99,731 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് ബൈങ് പ്രൈസ് 70 to 85 ആയിരുന്നു. 1,369 ക്വാണ്ടിറ്റിയാണ് അദ്ദേഹം വാങ്ങിയത്.
135 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 85,083 പ്രോഫിറ്റ് ഉണ്ടായതിൻ്റെ ഒരു കേസ് സ്റ്റഡി. ആദ്യം ഇതുപോലെയുള്ള കേസ് സ്റ്റഡികൾ ഞാൻ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും ക്ലയൻസ് അത് തിരിച്ച് അവരുടെ പൊസിഷൻ ഇതുപോലെ തന്നെയുള്ള കേസ് സ്റ്റഡി ആയിട്ട് എനിക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം പേർക്ക് നമ്മുടെ ചാനലിലൂടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും പ്രോഫിറ്റ് നേടാനും ഒക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷങ്ങളിൽ. അതുപോലെ മറ്റൊരു ക്ലയൻറ്റ് JK ടയേഴ്സ് എന്നുള്ള സ്റ്റോക്ക് നല്ലൊരു റാലി നടത്തിയപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് 1863 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് ഒരു റാലി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ 100%-ലധികം പ്രോഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് അയച്ചിരിക്കുന്നതാണ് നമുക്കതിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്നത് സെൻസാർ ടെക്കിൽ മറ്റൊരു ക്ലയൻറ്റ് 1,15,380 ഇൻവെസ്റ്റ് ചെയ്യുകയും 22,879 പ്രോഫിറ്റ് നേടുകയും ചെയ്തു. അപ്പോൾ ഇനീഷ്യലി വരുന്ന ക്ലയൻസിന് ഈ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിലൂടെ ഇതുപോലെയുള്ള 20,000-ഉം 25,000 ഒക്കെ പ്രോഫിറ്റ് നേടുകയും അതിൻ്റെ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെഞ്ചുറി പ്ലേ എന്നുള്ളൊരു സ്റ്റോക്കിൽ മറ്റൊരു ക്ലയൻറ്റ് 99,921 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ടോട്ടലായിട്ട് 24,391 പ്രോഫിറ്റ് നേടിയത് കൂടെയാണ് നമുക്ക് ഈ കേസ് കൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മാർക്കറ്റിലേക്ക് പേടിച്ച് നിൽക്കുന്ന പലർക്കും അല്ലെങ്കിൽ അവിടെ സക്സസ്ഫുൾ ആകാതെ നിൽക്കുന്ന പലർക്കും ഇതുപോലെയുള്ള ഒരു പ്രൊഫഷണൽ സർവീസോട് കൂടിയാണ് പ്രോഫിറ്റിൽ നേടാനും സീരിയസ് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് മാറുകയും അതിനുശേഷം നമ്മുടെ അതും എക്സിസ്റ്റിംഗ് എംപ്ലോയ്മെൻറ്റിനൊപ്പം തന്നെ ഇതിനെ കൊണ്ടുപോവുകയും അതേസമയം ഓരോ സ്റ്റോക്കുകളിലും കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് നേടാനും സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത റെക്കമെൻഡേഷൻസാണ് നമ്മുടെ ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ളത്. അപ്പോൾ ഡയമണ്ട് പിക്ക് സീരീസിൻ്റെ കഴിഞ്ഞൊരു വർഷത്തിൽ ഇപ്പം 2023 ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. ഞങ്ങളുടെ ഡയമണ്ട് പിക്സിൽ ഹ്യൂജ് എമൗണ്ട് പലർക്കും ഇതുപോലെയുള്ള എമൗണ്ട് അത്ര ഹ്യൂജ് എമൗണ്ട് ഇല്ലെങ്കിലും 5 lakhs-ഉം 10 lakhs-ഉം ഒക്കെ നമ്മുടെ ഡയമണ്ട് പിക്കിൻ്റെ കസ്റ്റമേഴ്സിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് പിക്ക് 10 മുതലുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് എടുക്കാം. നമുക്ക് സാൽസർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ 210-ന് താഴെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ആ സ്റ്റോക്ക് 420 ലെവലിലേക്ക് വന്നപ്പോൾ നമുക്കൊരു 100% പ്രോഫിറ്റ് നമുക്ക് ഡയമണ്ട് പിക്ക് 10 സാൽസർ ഇലക്ട്രോണിക്സിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഡയമണ്ട് പിക്ക് 11 RK ഫോർജ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 165 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് നമ്മുടെ 713 എന്നുള്ള ആ ലെവലിലേക്ക് ടാർഗറ്റിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ ഒരു 332% ഒരു ഹ്യൂജ് റാലി നമുക്ക് RK ഫോർജ് എന്നുള്ള സ്റ്റോക്കിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ മറ്റ് ഡയമണ്ട് പിക്ക് 12 സെൻസാർ ടെക് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ 185 ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ആ സ്റ്റോക്ക് ഒരു 674 ലെവലിലേക്ക് പോയപ്പോൾ 264%-ലധികം പ്രോഫിറ്റ് നമ്മുടെ ക്ലയൻസിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ ഷ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള സ്റ്റോക്ക് ഡയമണ്ട് പിക്ക് 13 ആയിരുന്നു. ആ സ്റ്റോക്ക് നമ്മൾ 185 ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. 378 ലെവലിലേക്ക് പോയപ്പോൾ ഒരു 100%-ലധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഡയമണ്ട് പിക്ക് 13 ഷ്നൈഡർ ഇലക്ട്രിക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 15 കിർലോസ്കർ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ 320 ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ആ സ്റ്റോക്ക് 1025 ലെവൽ വരെയൊക്കെ മൂവ് ചെയ്യുകയുണ്ടായി. മോർ ദാൻ 220% പ്രോഫിറ്റാണ് നമുക്ക് കിർലോസ്കർ ബ്രദേഴ്സിൽ നമുക്ക് നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 16 JWL ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 95-ലായിരുന്നു. ആ സ്റ്റോക്കും വലിയൊരു റാലിയോടുകൂടി 345 ലെവൽ വരെയൊക്കെ പോവുകയുണ്ടായി. 263% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് JWL സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ള ആ സ്റ്റോക്കിൽ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ 80 ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ടാർഗറ്റായ 160 എന്നുള്ള ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100% പ്രോഫിറ്റ് വിത്തിൻ 1 month തന്നെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ള ആ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. ഇതുപോലെ ഡയമണ്ട് പിക്കുകളാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയത്. എന്തായാലും ഈ 2023 ഒരു ഡയമണ്ട് പിക്ക് കൂടെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ചയിലാണ് ഈ ഡയമണ്ട് പിക്കിൻ്റെ റിലീസ് ഉണ്ടാകുക. ഡയമണ്ട് പിക്ക് 20 നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ അടുത്ത വീക്കിലൂടെ ഉണ്ടാകും. എന്തായാലും ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 4-ഉം ഓൾറെഡി ഇപ്പോഴും അത് ബൈയിങ് റേഞ്ചിലാണുള്ളത്. ഈ ഡയമണ്ട് പിക്ക് 20-യും
ഗോൾഡൻ പീക്ക് 4 കൂടെ ഒരു കോംബോ ഓഫറായിട്ട് കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും നമ്മളുടെ ഈ ഡയമണ്ട് പിക്ക് സീരീസിൻ്റെ 20 എന്നുള്ള റെക്കമെൻഡേഷനിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എല്ലാവർക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീക്കിൽ കുറച്ചധികം സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കാണുന്നത് സെഞ്ചുറി പ്ലേ എന്നുള്ള സ്റ്റോക്ക് 645 ലെവലിലാണ് നമ്മൾ എൻ്റർ ചെയ്തത്. അതിനുശേഷം 810 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അടുത്തൊരു ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു ഗ്രീൻ പ്ലേ. നമ്മൾ എൻ്റർ ചെയ്തിരുന്നത് 200 ലെവലിലാണ്. ഗ്രീൻ പ്ലേ 235 എന്നുള്ള ടാർഗറ്റിലേക്ക് എത്തി നമ്മളവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 17% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ലോറസ് ലാബ്സ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ 365 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിൻ്റെ ടാർഗറ്റ് നമ്മൾ 420 എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ MRPL എന്നുള്ള സ്റ്റോക്ക് നമ്മൾ 115 എന്നുള്ള ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം താഴെ ലെവലിൽ കുറച്ച് കറക്ഷനൊക്കെ നടന്നുണ്ടെങ്കിലും കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 135 എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഒരു 17% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം വോൾട്ടാസ് എന്നുള്ള സ്റ്റോക്ക് വേറൊരു ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു. അത് 810 ലെവലിൽ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് 935 ഒരു 15% പ്രോഫിറ്റ് നമുക്ക് വോൾട്ടാസിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ സെൻസാർ ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ 407 എന്നുള്ളൊരു ആവറേജ് റേറ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്തിരുന്നത്. കാരണം നമ്മൾ ബൈ റേറ്റിന് താഴെ ഒരു കറക്ഷനിൽ വീണ്ടും ആഡ് ചെയ്തുകൊണ്ട് ഒരു ആവറേജ് 407 എന്നുള്ള റേറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു 620 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 52% പ്രോഫിറ്റ് സെൻസാർ ടെക്നോളജീസിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മുടെ മറ്റൊരു ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കിൽ റെക്കമെൻഡേഷൻ ആയിരുന്നു ധനുക. ഈ സ്റ്റോക്കിൽ നമ്മൾ 740 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. നമ്മുടെ ടാർഗറ്റായ 1050 നമുക്ക് കഴിഞ്ഞ വീക്കിൽ ലഭിച്ചപ്പോൾ ഒരു 42% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് ഈ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് 22% ഉയർന്നും, HFCL 21% ഉയർന്നും, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി 18% ഉയർന്നും, ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി 17% ഉയർന്നും, അതുപോലെ വിമാർട്ട് 16% ഉയർന്നും, തെർമാക്സ് 16% ഉയർന്നും, സെൻസാർ ടെക്നോളജീസ് 15% ഉയർന്നും, ജൂബിലൻ ഫർമാവോ 15% ഉയർന്നും, ഓയിൽ ഇന്ത്യ 15% ഉയർന്നും, JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 14% ഉയർന്നും, ഭാരത് ഡൈനാമിക്സ് 13% ഉയർന്നും, കോൺകോർഡ് ബയോടെക് 13% ഉയർന്നും, ആൽകാർഗോ ലോജിസ്റ്റിക്സ് 13% ഉയർന്നും, സെയിൻറ്റ് 12% ഉയർന്നു, അതുപോലെ ടീം ലീസ് സർവീസസ് 12% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളും ഒരു ട്രെൻഡിങ് സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിലും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അടുത്തായി നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കിൻ്റെ ചാർട്ടാണ്. അരവിന്ദ് ഫാർമയാണ് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക്. 1075 മുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 1200 ലെവൽ വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ അരവിന്ദ് ഫാർമയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. 1200 ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് അരവിന്ദ് ഫാർമയാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് RBL ബാങ്കാണ്. ഈ സ്റ്റോക്ക് ഒരു 275 ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റോടുകൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ RBL ബാങ്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റെസിസ്റ്റൻസ് 305 ആണ്. അതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് RBL ബാങ്കാണ്. അതുപോലെ നമ്മുടെ ഇന്ന് സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ സെൻസാർ ടെക്നോളജീസ്, വോൾട്ടാസ്, HBL പവർ, ടാറ്റ പവർ, അതുപോലെ ജ്യോതി ലാബ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും അടുത്ത വീക്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.